ആരാധകർ, അദ്ദേഹത്തിന്റെ ഏത് സിനിമകളായാലും, അത് കമേഴ്ഷ്യൽ സിനിമകളായാലും ആർട്ട് സിനിമകളായാലും നെഞ്ചോട് ചേർത്ത ആരാധകരാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. ഇപ്പം വാലുവിന്റെ ഡയറക്ടർ ആയാൽ പോലും സിനിമ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് മമ്മൂക്കയുടെ എല്ലാ സിനിമകളെയും, ഏത് തരത്തിലുള്ള സിനിമകളെയും, മമ്മൂക്കയുടെ എല്ലാ പരീക്ഷണങ്ങളെയും ചേർത്ത് കിടത്തുന്ന ആരാധക കൂട്ടമാണ് അദ്ദേഹത്തിനുള്ളത്. ആ ഫാൻസ് അദ്ദേഹത്തിന്റെ ഒരു പവറാണ് എന്നുള്ള രീതിയിൽ. ഇപ്പം ഏപ്രിൽ 10 അദ്ദേഹത്തിന്റെ ബസൂക്ക എന്ന് പറയുന്ന മലയാളി പ്രേക്ഷകർ അത്രയും കാത്തിരിക്കുന്ന ഒരു സിനിമ റിലീസ് ആകാനായിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സിനിമ വരുന്നത് ആ സിനിമ റിലീസ് ആയതിനു ശേഷം അടുത്ത ആഴ്ചയിലേക്കാണ്. അപ്പം നല്ല സിനിമകളെ എന്നും നെഞ്ചോട് തീർത്ത ഒരു ആരാധക കൂട്ടമാണ് മമ്മൂക്കയുടേത്. അപ്പം ഏപ്രിൽ 10 ബസൂക്ക വരുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ നെക്സ്റ്റ് വീക്കിലാണ് നമ്മുടെ ഈ സിനിമ വരുന്നത്. അപ്പം എത്രത്തോളം മമ്മൂക്ക ആരാധകരെ ഈ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ട്? മമ്മൂക്ക ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്താണ്? തീർച്ചയായിട്ടും സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ നല്ല സിനിമകളെ മമ്മൂക്ക ഫാൻസ് എപ്പോഴും നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ഇതൊരു നല്ല മികച്ച സിനിമയായിട്ട് പ്രൊഡ്യൂസർ പറയുന്നു, അഭിനയിച്ചവരാണെങ്കിലും അത് തന്നെ പറയും എന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ എന്തായാലും അല്ലെങ്കിൽ ഫാൻസ് എന്തായാലും ഏറ്റെടുക്കുന്ന ഒരു മൂവിയായിട്ട് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു 2023 സെപ്റ്റംബർ 7 സോങ് ഇറക്കിയിരുന്നു. അതും അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. എല്ലാവരും ഏറ്റെടുത്ത ഒരു സോങ് തന്നെയായിരുന്നു. ഇതും സിനിമയും അതേപോലെ തന്നെയാണ്. റിയലിസ്റ്റിക് അഭിനയമാണ് കാഴ്ചവെച്ചത്. ഒട്ടനവധി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് വൈവിധ്യമാർന്ന വേഷങ്ങൾ. അപ്പോൾ ഈ നാൻസി റാണിയിൽ ദേവി അജിത്ത് എന്ന ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ആ വേഷത്തെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ ഒരു റിയലിസ്റ്റിക് ആക്ടിങ് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. ആക്ഷൻ ഹീറോ ബിജുവില് അങ്ങനെ സംഭവിച്ചു പോയി. അതങ്ങനെ സംഭവിച്ചു. എനിക്കറിയില്ല. അത് ആൾക്കാര് നല്ലതാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലതാണ്. ഇതില് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഈ സിനിമയിൽ എല്ലാവരും പറഞ്ഞതുപോലെ എനിക്ക് മനു എന്നൊരു വ്യക്തി, മനു നമുക്ക് പറഞ്ഞു തരുന്ന രീതി, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ ഞാനെങ്ങനെ അഭിനയിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഈ ക്ലാപ്പ്, ഈ പറയുന്ന ഒരു സീൻ കഴിയുമ്പോൾ കിട്ടുന്ന ക്ലാപ്പ് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമയിലും ഇതുവരെ ഞാൻ അഭിനയിച്ചത് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ. അത് ഫുൾ ക്രൂ ആണ് ക്ലാപ്പ് ചെയ്യുന്നത്. അപ്പം എന്തോ ഒരു വിശ്വാസം മനുവിന് അത് ഇഷ്ടമായിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം നിങ്ങളെങ്ങനെ റിയലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഞാനത് മോശമായിട്ടാണോ ചെയ്തതൊക്കെ നിങ്ങൾ വേണം വിലയിരുത്താൻ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാര്യം അങ്ങനെ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതും. ഈ പറഞ്ഞതുപോലെ ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരെ കാണുകയായിരുന്നു. ഞാനും അന്ത് വിട്ടു പോവായിരുന്നു. ഒരു ദിവസം സോഹൻ അർജുന, ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് സണ്ണി, ധ്രുവൻ, അങ്ങനെ ഇത്രയും ആൾക്കാർ വന്നു പോയ ഒരു സിനിമ. ലെനാണ്ട്, മാലാപാർവതി, അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. സോ എന്നെ സംബന്ധിച്ച് അത് ഞാൻ എന്തോ കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്കത് സന്തോഷമാണ്. അത് ഇങ്ങനെയാവുന്നത്. ഞാൻ ഒരു സിനിമ അജിത്തിന്റെ കൂടെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. അത് പിന്നെ അത് പറഞ്ഞതുപോലെ അതൊരു ട്രാജഡി ആയിരുന്നു ആ സിനിമ. പിന്നെ ഞാൻ ശ്രമിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ കാശില്ല അതിനുള്ള. സോ സർവൈവറിന്റെ കാര്യവും അങ്ങനെ പ്രൊഡ്യൂസർ എൻ്റെ പൈസയില്ല അത് ചെയ്യാൻ. അപ്പം അത് ചെയ്തിട്ടുള്ളതൊക്കെ അതിനെക്കുറിച്ച് അറിയാവുള്ളൂ. ഞാൻ ഒരുപാട് സഫർ ചെയ്തതാണ് പ്രൊഡ്യൂസർ ആയപ്പോൾ. അത് തിയേറ്ററിലേക്ക് എത്തിക്കാനും അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. നമ്മൾ വിചാരിച്ചത്രയും നമുക്ക് കാശ് തിരിച്ച് കിട്ടിയില്ല. ഒരുപാട് കാശ് കയ്യിൽ നിന്ന് പോയി, ആള് പോയി. സോ അതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കാനും അത് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ഇതുപോലെ ഒരു സിനിമ ഫുള്ളായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഒറ്റ സിനിമയാണ്. അതല്ലാതെ ഞാൻ എൻ്റെ ക്യാരക്ടർ പറയും, ഞാൻ പോയി ചെയ്യും. അത് കൂടുതൽ വേറെ ഒന്നും എനിക്കറിയില്ല സിനിമയെ കുറിച്ച്. ഇപ്പോ ചേട്ടൻ പറഞ്ഞ സിനിമകള് കണ്ടിട്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. അപ്പോ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു മാധ്യമമാണ് സിനിമ എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയയാണ് സിനിമ. പക്ഷേ നമ്മളെല്ലാവരും ഈ സിനിമ കണ്ടതാണ്. എത്രയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകര് ഈ സിനിമ കണ്ടതാണ്.
ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തരം ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാവരെയും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അത് ഒന്നോ രണ്ടോ വ്യക്തികളിൽ അതിനുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായെങ്കിൽ അവരുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് കൂടി നമ്മൾ പരിശോധിക്കണമെന്ന് ഞാൻ പറയും. കാരണം ഇന്നത്തെ കാലഘട്ടം കൂടി, അതായത് വയലൻസ് സിനിമകളെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ചു നാൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജിന്റെ വയലൻസ് എന്ന് പേരിട്ടൊരു സിനിമ ഇവിടെ ഫ്ലോപ്പായ നാടാണിത്. സ്റ്റോപ്പ് വയലൻസ് എന്ന് പേരിട്ടൊരു സിനിമയിൽ പൃഥ്വിരാജ് ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷെ ആ സിനിമ അന്നത്തെ കാലത്ത് കേരളത്തിൽ ഫ്ലോപ്പായിരുന്നു. പക്ഷെ അതേ ഒരു രൂപത്തിലുള്ള സിനിമകൾ ഇന്നത്തെ കാലത്ത് വന്നാല് ഹിറ്റ് ആവുന്നു. അന്ന് നന്മയുള്ള സിനിമകൾ ഓടിയിരുന്നു. ഇപ്പൊ ജനപ്രിയൻ, വിനോദയാത്ര, സത്യനന്ദിക്കാട് സിനിമകൾ. ഇന്ന് അതേ ആളുകളുടെ നന്മയുള്ള സിനിമകൾ ഓടുന്നില്ല, മറിച്ച് വയലൻസ് സിനിമകൾ ഓടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ സിനിമാക്കാര്? അതിനോട് എനിക്ക് 1% പോലും യോജിപ്പില്ല. ഇപ്പോ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ വയലൻസ് ഉള്ള സിനിമയല്ല, അത് നന്മയുള്ള സിനിമയാണ്. അതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ മഞ്ഞുമ്മൽ ബോയ്സ്, അതൊക്കെ നന്മയുള്ള സിനിമകൾ തന്നെയാണ്, സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ സിനിമയാണ്. സിനിമ ഓടുന്നത് സിനിമയില് നന്മയുണ്ടോ വയലൻസ് ആണോ എന്ന് മാത്രം നോക്കിയിട്ടല്ല. സിനിമ മൊത്തത്തിൽ ടോട്ടാലിറ്റി നന്നായിരിക്കണം. അത് നന്മയുടെ രീതിയിൽ വന്നാലും തിന്മയുടെ രീതിയിൽ വന്നാലും ഏത് രീതിയിൽ വന്നാലും നമ്മൾ ആസ്വദിക്കുന്നത്, നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് വരണം. അല്ലാതെ ഞാൻ നാളെ പോയിട്ട് കുറെ ആൾക്കാരെ വെട്ടി കൊല്ലൊരു വയലൻസ് സിനിമ ഉണ്ടെങ്കിൽ നിങ്ങളാരും കാണില്ല. ആ സിനിമ നന്നായിരിക്കും. അപ്പൊ അങ്ങനെയാണ് കൃത്യമായി സിനിമ സമൂഹത്തിനെ സ്വാധീനിക്കപ്പെടുന്നത്. ഇപ്പോ എന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ എനിക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. എന്റെ രാഷ്ട്രീയം നിങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ തന്ത്രപൂർവ്വം ആദ്യം ഞാനൊരു ഗംഭീര സിനിമ ഉണ്ടാക്കും. ആ സിനിമയിലൂടെ വളരെ വിദഗ്ധമായിട്ട് എനിക്ക് പറയണം. അല്ലാതെ ഇതാണ് എന്റെ രാഷ്ട്രീയ സിനിമയൊക്കെ ആരും കാണില്ല. അപ്പോ നമ്മുടെ ചോദ്യം സിനിമയെ മാത്രം ഈ സാമൂഹ്യ മാറ്റത്തിൽ കുറ്റം പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. ഈ ലഹരിക്കെതിരെ സിനിമയെക്കാളൊക്കെ വലിയ മാഫിയാണ് ലഹരി മാഫിയ. എത്രയോ കോടികളാണ് അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിന് ലഹരിയില്ല. അപ്പോ അവരെയൊക്കെ സേഫ് ചെയ്തുകൊണ്ട് സിനിമയെ മാത്രം തകയും. അറിയത്തില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഷൂട്ടിന്റെ വിശേഷങ്ങളും അവൻ പറയുന്നല്ലാതെ പൊന്നപ്പനെ കുറിച്ചൊന്നും പറഞ്ഞു. ചതിയാണ്, അതിന് മാസാക്കാൻ പറ്റില്ല. തിരിച്ചിനനുസരിച്ച് നിന്ന് വരാം. നിങ്ങളുടെ സമയല്ലേ? ചോദ്യം ഉണ്ടോ? ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് വീട്ടിലേക്ക് പോവുകയും അദ്ദേഹത്തെ കാണും. പിന്നീട് അതിന്റെ സക്സസ് സെലിബ്രേഷനൊക്കെ നമുക്ക് വന്ന് എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നതൊക്കെ എല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് ആഘോഷിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു റെഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ റിലീസിന് ശേഷം അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുക? നമുക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഈ സക്സസ് സ്റ്റോറിക്ക് സക്സസ് സെലിബ്രേഷൻ ഇതിനെല്ലാം വന്നു നോക്കി അത് മൂവി റിലീസ് ചെയ്തിട്ട് അതിനുശേഷം സെലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നതാണ് 980 മനുവിനോടൊപ്പം സഹകരിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സന്തോഷം. ബിക്കോസ് മനു ആഗ്രഹിച്ചത് അതാണ്. സോ ആ റിസൾട്ട് അവിടെ സംഭവിക്കുക, റെസ്റ്റ് അല്ല. ഇറക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കാര്യം ഈ സിനിമയെ സംബന്ധിച്ചു. അതിന് ലാലേട്ടൻ സംബന്ധിച്ചു അദ്ദേഹത്തിന്റെ കമ്പനി ചെയ്തു തരുന്ന ഈ ഒരു കാര്യം വീണ്ടും നമ്മൾ വളരെ താങ്ക്ഫുള്ളി ഓർക്കുന്നു. എല്ലാ കാര്യങ്ങളും, എല്ലാ ആർട്ടിസ്റ്റും മറ്റത് ഒക്കെ മാറ്റി നിർത്തി നമുക്ക് ഈ സിനിമയുടെ ഒരു നല്ല റിലീസിനാണ് ഞങ്ങൾ എല്ലാവരും നോക്കി കാണുന്നത്. ഏപ്രിൽ 18 എന്നുള്ളത് വളരെ മനോഹരമായ ഒരു ഡേറ്റാണ്. ഒരു സിനിമയാണ്, ബ്യൂട്ടിഫുൾ ഫിലിമാണ്. അപ്പം ആ ഡേറ്റിന് എല്ലാം മറന്ന് ഈ സിനിമ നല്ലതാണെങ്കിൽ ഗംഭീരമായിട്ട് കൂടെ നിൽക്കുകയും എന്നാൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനെ റൈറ്റ് രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാൻ ഉള്ള ഒരു
ക്ഷമ നാൻസി റാണിയോട് കാണിക്കണം. ബിക്കോസ് വി ആർ ഓൾ സ്റ്റാൻഡിങ് ഫോർ മണി ആൻഡ് ഇറ്റ് ഇസ് ബീങ് മൈ മിഷൻ. താങ്ക് യു. സിനിമ തിയേറ്ററിൽ വരുന്നു. ഞാൻ കണ്ടതാണ്. നല്ല സിനിമയാണ്, നല്ല എന്റർടൈനറാണ്. പരമാവധി സിനിമയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, വിജയിപ്പിക്കണം.